എനിക്ക് തോന്നുന്നു സ്റ്റെപ്പുകളൊക്കെ പഠിച്ച് ഷഹദ അവിടെ റെഡിയായി നിൽക്കുകയാണ്. ഷഹദെ, ഏത് വേദിയിലാണ്, എന്താണ് നമ്മുടെ അവിടുന്ന് കാണാൻ കഴിയുന്ന കാഴ്ചകൾ? അങ്ങനെ നമ്മള് കലോത്സവ പൂരം പൊടിക്കുകയാണ് എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം അങ്ങനെ തുടങ്ങിയിട്ടുള്ളൂ, കത്തി കയറുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്കൊപ്പം ഉള്ളത് ഇപ്പം മലപ്പുറത്തെ കിടുക്കോസി ആയിട്ടുള്ള കുറച്ച് ചുണക്കുട്ടികളാണ് അല്ലേ? എവിടുന്നാണ്? മലപ്പുറത്ത് നിന്നാണ്. മലപ്പുറം എവിടുന്നാണ് വരുന്നത്? താനൂരിൽ നിന്നാണ്. താനൂർ ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? അപ്പം റോഷി, ഈ കലാരൂപത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളൊന്നും കലോത്സവത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ഈ ഒരു കലാരൂപം ഉണ്ടായിരുന്നില്ല. പണിയ നൃത്തമാണ് ഈ വിദ്യാർത്ഥികൾ നമുക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിന് മുൻപ് ആദ്യം ഒരു സ്കൂളിന്റെ കുറച്ചും കൂടി ഡീറ്റെയിലേക്ക് പോകാൻ ടീച്ചേഴ്സ് നമുക്കൊപ്പം ഉണ്ട്. അപ്പം ടീച്ചറെ, ഇപ്പം 2ാമത്തെ വർഷമാണ് ഈ പണിയ നൃത്തം കലോത്സവ വേദികളിൽ എത്തുന്നത്. അപ്പം എങ്ങനെയാണ് കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ്? കുട്ടികളൊക്കെ പഠിക്കാനും കളിക്കാനും വേദിയിലെത്താനും അടിപൊളിയാണോ? അതെ, കുട്ടികൾ വളരെ ഉഷാറാണ്. കാരണം പ്രത്യേകിച്ച് കലാപാരമ്പര്യങ്ങളൊന്നും അവകാശപ്പെടാനില്ലാത്ത കുട്ടികളാണ് ഇവർ. വെറും സാധാരണ ഗതിയിൽ ജനിച്ചു വളർന്ന കുട്ടികൾ. അപ്പോൾ ഇവരുടെ ഒരു കലയോടുള്ള ഒരു ആത്മസമർപ്പണമാണ് ഈ ഒരു വിജയം. കഴിഞ്ഞ തവണ ഞങ്ങൾ ജില്ല വരെ എത്തി. പിന്നീട് അവിടുന്ന് വാശിയോടെ പൊരുതിയാണ് ഇപ്പോൾ സംസ്ഥാനത്തോട്ട് എത്തിയത്. പിന്നെ ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒരു സ്വപ്നം കൂടിയാണിത്, ഒരു ഗ്രൂപ്പ് ഐറ്റം സംസ്ഥാന തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഇത്തവണ കപ്പടിക്കണം, മലപ്പുറത്തിന് കപ്പടിക്കണം. അപ്പം മലപ്പുറത്തിന് കപ്പടിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് പണിയെ നിർത്തുന്നു കണ്ടാലോ? കാണാം. അപ്പം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ കളിക്കുന്നത് എന്ന് വെച്ചാൽ ആ രീതിയിൽ ഇപ്പം സ്റ്റേജിൽ നിങ്ങൾ എങ്ങനെയാണ് കളിക്കുന്നത് എന്ന രീതിയിൽ വെച്ചിട്ട് നിങ്ങളൊന്ന് കളിക്കുക. അപ്പം പണിയ നൃത്തം കലോത്സവ വേദികളിൽ അത്ര അധികം അങ്ങ് പരിചയമായിട്ട് വരുന്നില്ല, 2 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പം ആ പണിയ നൃത്തമാണ് നമുക്ക് ഈ വിദ്യാർത്ഥികൾ ഇപ്പം കളിച്ച് കാണിച്ചു തരാൻ പോകുന്നത്. അടിപൊളി. ഒരു നല്ല കൈയ്യടി നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി തരണം. കാരണം ഇവിടെ നമുക്ക് ഒരുപാട് ഓഡിയൻസ് ഉണ്ട്. അപ്പം എന്താണ് മോളെ ശരിക്കും പണിയ നൃത്തം എന്താണ്? ഇത് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു കൊടുത്ത് പെട്ടെന്ന്. വയനാട് ജില്ലയിലെ പണിയ സമുദായത്തിന്റെ നൃത്തമാണ് പണിനൃത്തം എന്ന് പറയുന്നത്. ഇത് 2 തരത്തിലുണ്ട്, കമ്പളനാട്ടി ഉണ്ട്, വട്ടക്കളിയുണ്ട്. കമ്പളനാട്ടി എന്ന് പറഞ്ഞാൽ കൃഷിയിടങ്ങളിൽ അവർ വയൽപ്പണി നടക്കുമ്പോൾ അവരെ ജോലി ആയാസകരമാക്കാൻ ചെയ്യുന്ന കളിയാണ്. അതുപോലെ തന്നെ വട്ടക്കളി എന്ന് പറഞ്ഞാൽ അവരുടെ വീടുകളിൽ തിരണ്ട് കല്യാണത്തിന് അതുപോലെ തന്നെ ചെറിയ ആഘോഷങ്ങൾക്കൊക്കെ കളിക്കുന്ന കളിയാണ് വട്ടക്കളി എന്ന് പറഞ്ഞാൽ. എന്തായാലും റോഷിനി, ഞാൻ കോഴിക്കോട്ടുകാരനാണെങ്കിലും തൽക്കാലം ഇപ്പം മലപ്പുറംകാരെ കൂടെ കൂടിയിട്ടുണ്ട്. അപ്പം മലപ്പുറം കപ്പടിക്കും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അപ്പൊ നമുക്ക് മലപ്പുറത്തിനൊരു ജയ് വിളിച്ചാലോ? ഉഷാറ് പോരാ, ജയ് വിളിച്ചാലോ? റോഷിനി, ഇതൊക്കെയാണ് വേദി 3-ലെ വിശേഷങ്ങൾ.